അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ഒരുപാട് തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഷാനവാസ്കാണ് എന്റെ കൂടെ ഉള്ളത്. ഷാനവാസ്ക, എങ്ങനെയുണ്ട് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്താണ്? വളരെയധികം സന്തോഷം. ഇത് കുറച്ച് നേരത്തെ വന്ന് വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. ഓരോ തിരക്കിന്റെ ഇടയിൽ കുറച്ച് ഡിലേ ആയിപ്പോയി. എന്തായാലും വളരെയധികം സന്തോഷം. മൈജി ഞങ്ങൾക്ക് ഒത്തിരി കൈ നിറയെ സമ്മാനങ്ങൾ തന്നു. ഞങ്ങൾക്ക് ഒരുപാട് ടാസ്കുകൾ തന്നു. ആ ടാസ്കിൽ വിജയിക്കുന്നവർക്ക് നല്ല കൈ നിറയെ സമ്മാനങ്ങൾ തന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു ഫൈനലിസ്റ്റില് തേർഡ് പൊസിഷനിൽ സെക്കൻഡ് റണ്ണറപ്പിലും ഫസ്റ്റ് റണ്ണറപ്പിലും ഫൈനൽ 5 വന്നവർക്ക് എല്ലാവർക്കും വാരിക്കോരി സമ്മാനം മൈജി കൊടുത്തു. റെഫ്രിജറേറ്ററും പിന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമാണ് ഷാനവാസ്ക. എന്തൊക്കെയാണ് പുറത്തെ വിശേഷങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളത്? ബിഗ് ബോസിന് മുൻപും പിൻപും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നു, ഒരു സീരിയൽ ആക്ടർ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാലോ. അതിന്റെ 10 മടങ്ങ് റെസ്പോൺസാണ് എനിക്ക് ബിഗ് ബോസിന് ശേഷം ഈ നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ഓഡിയൻസ് ആണ് സീരിയലിന് ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിന് ഒരു ഹ്യൂജ് ഓഡിയൻസ് ആണ്. അതായത് എല്ലാ കാറ്റഗറിയിലും പെട്ട ഓഡിയൻസ് ആണ് ബിഗ് ബോസിനുള്ളത്. അപ്പൊ അതിന്റെ ഗുണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സകല മേഖലയിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമാ മേഖലയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നിന്നും തന്നെ എല്ലാ കാറ്റഗറിയിൽ നിന്ന് യങ്സ്റ്റേഴ്സ്, കൊച്ചു കുട്ടികൾ വരെ സ്കൂളിൽ പോകുന്നത് വരെ ബിഗ് ബോസ് ഷാനവാസ്ക എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരം ആൾക്കാരുടെയും എല്ലാ തരം കാറ്റഗറി ആൾക്കാരുടെയും മനസ്സിൽ ഇടം നേടാൻ പറ്റി ബിഗ് ബോസിലൂടെ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് മൈജി സ്പോൺസർ ചെയ്യുന്നു, മൈജി ഒരുപാട് ഗിഫ്റ്റ് തരുന്നു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.